ഫ്രണ്ട്സ്, നമ്മുടെ CSER പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് CSER ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ചിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. പെർമനന്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 1 മുതൽ നമുക്ക് മാർച്ച് 31 വരെയാണ് സമയമുള്ളത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മൾ തരും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞാൽ അധികം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ഒരു കറക്റ്റ് സിലബസ് ഓറിയൻറ്റ് ചെയ്തുള്ള ഒരു PDF ഫയലുകളൊക്കെ ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് നമുക്ക് വിവിധ എന്താണ് ഇപ്പം പബ്ലിക് സെക്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പതുക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നോട്ടും ക്ലാസ്സും ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് മാക്സിമം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ ALP അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇതിന് കൂടുതൽ എങ്ങനെയാണ് അതിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. നമ്മുടെ ചാനലിൻ്റെ പേജിൻ്റെ ഹോം പേജിലൂടെ എക്സ്ട്രാ ലിങ്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ അതത് വീഡിയോയുടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിക്കുക എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് കാണിക്കുകയാണ്. ഇപ്പോൾ BL എന്നുള്ളിടത്ത് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന നമ്മുടെ എന്താണ് പറയുക ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഇതിൽ കാണിക്കും. മൊബൈലിൽ ഇങ്ങനെ കാണിക്കും. അത് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ചാനലിലെ ലോഗോ കാണാം. അപ്പോൾ നിലവിൽ ഇത് ISROയുടെയും അതുപോലെ RRBയുടെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ ആണ് ഇപ്പോൾ നിലവിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ചെറിയ ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളും. താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ ഓക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇടുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CSER ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ചിൻ്റെ ആണ്. 26/2 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞ് മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു SSC PSC ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ആപ്പാടെ 2000 ഒക്കെ വേക്കൻസി ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് അതിലേക്ക് എന്താണ് അപേക്ഷകരായിട്ട് എത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടറിലേക്ക് വരുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇത് കൺട്രോൾ ഒന്ന് അതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇതിലേക്ക് ഈ പോസ്റ്റിൻ്റെ എണ്ണം കുറവ് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു സാധ്യത കുറേ അപേക്ഷകരുടെ എണ്ണം കുറയും, കോമ്പറ്റീഷൻ കുറയും, കട്ട് ഓഫ് ഒക്കെ മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ചില നോട്ടിഫിക്കേഷനൊക്കെ നല്ല എമൗണ്ട് ഫീ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആത്മാർത്ഥമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. അതായത് നമുക്ക് കുറേ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ധാരണ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എന്താണ് എക്സാം കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. ആ ഒരു വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ പഠിക്കണം കേട്ടോ. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസിയും കൂടെ കാണാൻ പറ്റും. ജനറൽ 3 വേക്കൻസി, ടെക്നിക്കൽ അസിസ്റ്റന്റ് PWDയിൽ 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, EWSന് 1 വേക്കൻസി. അപ്പോൾ ഇവിടെ STക്ക് വേക്കൻസി ഇല്ല. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ, ജനറൽ വേക്കൻസിയുള്ള 3 വേക്കൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ 8 വേക്കൻസി അതിലുള്ളൂ. ടെക്നീഷ്യനിൽ നമുക്ക് ജനറൽ 3, PWD 1, എക്സ് സർവീസ് 1, SC 1, OBC 3, EWS 1 അങ്ങനെ 11 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് 63,312 സ്റ്റാർട്ടിങ് നമുക്ക് മന്ത്ലി കിട്ടുക. ടെക്നീഷ്യൻ ആണെങ്കിൽ 34,625 കിട്ടുക, അപ്രോക്സിമേറ്റ് ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് മാർച്ച് 31 ഏജ് കണക്കാക്കുന്നത്. 28 വയസ്സ് കഴിയാൻ പാടില്ല. ഓക്കെ, ടെക്നീഷ്യൻ ആണെങ്കിൽ 28 ഏജ് ലിമിറ്റ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് SC OBCക്കൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഇതിലെ പോസ്റ്റ് വേക്കൻസി കാര്യങ്ങൾ മീൻസ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ടെക്നീഷ്യൻ്റെ നോക്കിയിട്ട് പോരാം. അപ്പോൾ ഇതിലേക്ക് BSc ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ് നമ്മൾ നോക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കൊണ്ടാണ് കെമിക്കൽ സയൻസ്. ഇതിൽ കാറ്റഗറി ജനറലാണ് വേക്കൻസി. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ പോസ്റ്റ് കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാവുന്നതാണ്.
അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് BSc കെമിക്കൽ സയൻസിൽ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം. പക്ഷേ അവർക്കൊരു വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമുക്ക് കെമിക്കലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ എന്തെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിനുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc 60% മാർക്കോട് BSc കെമിസ്ട്രിയോടുള്ള 60% മാർക്കോടുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക, പ്ലസ് ഒരു വർഷത്തെ കെമിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ജനറൽ കാറ്റഗറിയാണ്, ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 60% മാർക്കോടുകൂടി 3 വർഷം ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലാറ്ററൽ എൻട്രിയിലൂടെ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 2 വർഷം ഡ്യൂറേഷനിൽ ഈ പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷം അത് ലാറ്ററൽ എൻട്രിയിലൂടെ കയറില്ല, നമ്മൾ ഈ പറയുന്ന +2 കഴിഞ്ഞില്ലെങ്കിൽ ITI കഴിഞ്ഞിട്ട് കയറില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർക്ക് മസ്റ്റാണ്. ഇതിനടുത്തത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ OBCക്കാണ് വേക്കൻസി. ഇതിൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇതിനടുത്തത് നിങ്ങൾക്ക് 2 വർഷം ലാറ്ററലിലൂടെ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ 60% മാർക്കും വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഏരിയ വരുന്നത് നമുക്ക് അനിമൽ ഹൗസ് ആൻഡ് GLP ഫെസിലിറ്റിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബയോളജിക്കൽ സ്ട്രീമുമായി ബന്ധപ്പെട്ടുള്ളൊരു BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, 60% മാർക്ക് വേണം. അതോടൊപ്പം തന്നെ 1 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസോ ഈ പറയുന്ന ലബോറട്ടറി അനിമൽ കെയർ അല്ലെങ്കിൽ ലബോറട്ടറി അനിമൽ ഹസ്ബൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 1 വർഷത്തെ എക്സ്പീരിയൻസോ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ബയോളജിക്കൽ സ്ട്രീമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിങ്ങൾക്ക് BSc ബിരുദവും ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദവും ഉണ്ടായിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം MLTയിൽ ഡിപ്ലോമയും ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MLT ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ, അതായത് BSc MLT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 60% മാർക്കും 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഏരിയ വരുന്നത് ബയോളജിക്കൽ സയൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് PWBD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. HHലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നമുക്ക് ബയോളജിക്കൽ സയൻസിലുള്ള ബിരുദവും BSc ആണ്, 60% മാർക്ക് വേണം. പിന്നെ ഡിപ്ലോമ 1 വർഷം ഡ്യൂറേഷനിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന BSc ബയോളജിക്കൽ സയൻസിലുള്ള BSc ബിരുദവും 60% മാർക്ക് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ് അതുപോലെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ ആണ്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള 60% മാർക്കോട് ഡിപ്ലോമ പ്ലസ് 2 വർഷത്തെ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത നമുക്ക് വരുന്നത് എപ്പിഡീമിയോളജി ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് കാണാം ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് മോഡലിംഗ് ആണ്. ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അതായത് ഈ പറയുന്ന മെഡിക്കൽ ഈ പറയുന്ന എല്ലാ ബ്രാഞ്ചസും അതിലേക്ക് അപ്ലിക്കബിൾ ആണ്. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബയോമെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു BSc ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾക്ക് പഠിച്ചിരിക്കുന്നതാണ്, 60% മാർക്ക് വേണം. പക്ഷേ 1 വർഷത്തെ ഈ പറയുന്ന റിസർച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ EWS ആണ് ഇതിൻ്റെ കാറ്റഗറി വരുന്നത് കേട്ടോ. അപ്പോൾ EWS കാൻഡിഡേറ്റ്സിനും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിനടുത്ത് വരുന്നത് ഏരിയ വരുന്നത് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതുപോലെ HR അതുപോലെ ഔട്ട്റീച്ച് ആൻഡ് പബ്ലിക് അല്ലെങ്കിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc എന്നാണ്. ഈ പറയുന്ന ലൈഫ് അല്ലെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ എല്ലാ ബ്രാഞ്ചസും പറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രാഞ്ചസ് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ബയോമെഡിക്കലോ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. 1 വർഷത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത് കെമിക്കൽ സയൻസിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് മിനിമം 55% മാർക്ക് വേണം കേട്ടോ 10ാം ക്ലാസ്സിൽ. അതോടൊപ്പം തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ കെമിക്കൽ പ്ലാന്റ് ഈ ട്രേഡിൽ നിങ്ങൾക്ക് ITI പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കെമിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിലും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ വേക്കൻസി എടുക്കുന്നത് ജനറൽ ഒന്ന്, എക്സ്-സർവീസിന് ഒന്ന്, SC ഒന്ന് ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ജനറൽ ഉണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് പാസ് 55% മാർക്ക് കൂടി പ്ലസ് 2 ഇയർ ഫുൾ ടൈം എക്സ്പീരിയൻസ് ഇതുമായി ബന്ധപ്പെട്ട് അപ്രന്റീഷിപ്പ് നമ്മൾ ചെയ്തവരാണെങ്കിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റിൽ നമ്മൾ ഈ പറയുന്ന ട്രേഡിൽ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ 2 വർഷത്തെ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ITIൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് 10ാം ക്ലാസ്സും ഈ പറയുന്ന 2 വർഷം ഡ്യൂറേഷനിൽ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് സെൻസർ ആൻഡ് ഡിവൈസ് ഡെവലപ്മെൻ്റ് ആണ്.
ഇതിൽ OBCക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ 10ാം ക്ലാസ് പ്ലസ് 55% മാർക്ക് വേണം. IT പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള IT ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സും 55% മാർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിൻ 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്ങും നിങ്ങൾ നേടിയവരാണെങ്കിൽ ഇതുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്തത് പ്ലംബറാണ്. പ്ലംബറിലേക്ക് നിങ്ങൾക്ക് OBC ആണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50% മാർക്ക് കൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് പ്ലംബർ ട്രേഡിൽ IT പാസ്സായിരിക്കും ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇതിനടുത്ത് ഇലക്ട്രീഷ്യനാണ് SCക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 10ാം ക്ലാസ് 55% മാർക്ക് വേണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് IT ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസോ വേണ്ട. ഇതിന് നിങ്ങൾക്ക് R&AC ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് OBCക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 55% മാർക്ക് വേണം പ്ലസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന R&ACയിലുള്ള എന്താണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതായത് IT സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. തന്നെ അത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ജനറൽ ആണ് ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് 50% മാർക്ക് വേണം പ്ലസ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസോ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് എന്താണ് IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റായിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് 55% മാർക്കും ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നെറ്റ്വർക്ക് അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ട്രേഡിലോ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് 2 വർഷം ചെയ്തവരാണെങ്കിലും അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും 50% മാർക്കും 3 വർഷം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിനാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അതായത് കോപ്പയാണ് കേട്ടോ. കോപ്പ കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ IT-ലോ നിങ്ങൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന് 2 വർഷം എന്താണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിൽ ഈ IT-ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോപ്പയിലോ നിങ്ങൾക്ക് 2 വർഷം അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് 50% മാർക്കും ഈ പറയുന്ന മേഖലയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ലാസ്റ്റ് ബയോളജിക്കൽ സയൻസ് ആണ്. ഇതിലേക്ക് 10ാം ക്ലാസ് 55% മാർക്ക് കൂടി പാസ്സായിരിക്കുക പ്ലസ് അഡീഷണലായിട്ട് നമുക്ക് ഈ പറയുന്ന ബയോളജിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു IT നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക. കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് 3 പേപ്പറാണ് ഉണ്ടായിരിക്കുക. ആ 3 പേപ്പറെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. OMR ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ OMR ആയിരിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിന് അടിസ്ഥാനമാക്കിയും ക്വസ്റ്റൻ വരിക. ദെൻ 200 മാർക്കിനാണ് 3 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ. പേപ്പർ 1 വരുന്നത് മെൻ്റൽ എബിലിറ്റി ആണ്. മെൻ്റൽ എബിലിറ്റി ആണ് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷൻ ജഡ്ജ്മെൻറ്റ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. 50 ക്വസ്റ്റൻ ആണ്. ഓക്കെ, മാക്സിമം 100 മാർക്കാണ്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ പേപ്പർ 1 ബാക്കിയുള്ളതിലൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ജനറൽ അവയർനെസ് പിന്നെ പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജാണ് 25 ക്വസ്റ്റൻ ആണ് വരുന്നത്. പിന്നെ പേപ്പർ 3 വരുന്നത് കൺസേർഡ് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 100 ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഇവിടെയൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ടെക്നീഷ്യനിലേക്കുള്ള മോഡ് ഓഫ് സെലക്ഷൻ ഇതുപോലെ ട്രേഡ് ടെസ്റ്റോ സ്കിൽ ടെസ്റ്റോ ഉണ്ടായിരിക്കും. അതുമായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതിനും 3 പേപ്പറാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് OMR അല്ലെങ്കിൽ മെറിറ്റ് എക്സാം ആയിരിക്കും. SSLC അല്ലെങ്കിൽ IT അല്ലെങ്കിൽ +2 സ്റ്റാൻഡേർഡ് ബേസിലുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ഇതിനകത്ത് മെൻ്റൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻ 100 മാർക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ബാക്കിയുള്ളതിനൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് പേപ്പറിന്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സെയിം മേഖലയാണ് മെൻ്റൽ എബിലിറ്റി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ് 25, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 അങ്ങനെയാണ് വരുന്നത്. ദെൻ പേപ്പർ 3 വരുന്നത് കൺസേൺഡ് സബ്ജക്റ്റാണ് നിങ്ങളുടെ ഏതാണ് IT കഴിഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 50 ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് സിലബസൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ജനറലായിട്ടൊരു ടോപ്പിക് കവർ ചെയ്ത് നമ്മൾ ക്ലാസ് ഒക്കെ ഇടും. അത് പതുക്കെ ചെയ്യുള്ളൂ, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വീഡിയോ ചെയ്യൽ എന്താണ് എഡിറ്റ് ചെയ്യണം, അത് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സമയപരിധികളുണ്ട്, അതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. 500 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. എന്നാൽ SC/STക്ക് ഫീ ഇല്ല, PWDന് ഫീസ് ഇല്ല. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീ കൊടുക്കണ്ട. വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഫീ കൊടുക്കണ്ട. SC/STക്ക് ഫീ ഇല്ല. ബാക്കിയുള്ളവർക്കൊക്കെ 500 രൂപ ഫീ ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫീ അടച്ചതിൻ്റെ SBI കളക്റ്റിലൂടെ ഫീ അടയ്ക്കേണ്ട അതിൻ്റെ ഈ റെസിപ്റ്റ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പാസ്വേഡ്സ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. 50 KB കൂടാൻ പാടില്ല ഫയൽ സൈസ്. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ആണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ, അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ SC/ST OBC ഒക്കെ OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം.
ആവശ്യമുള്ളവർ കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റിലേക്ക് നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ആവശ്യമുള്ളവർ. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഡീഷണൽ ആയിട്ട് എൻ്റെ കൂടെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞൊരു ലിങ്ക് തരും. ആ ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും കുറേ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും താഴെയായിട്ടും കൂടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ലോഗിൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന് താഴെ നിങ്ങൾക്ക് കൂടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ന്യൂ രജിസ്ട്രേഷൻ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മളിവിടെ അഗ്രി കൊടുക്കുക. ഇനി ഏത് പോസ്റ്റിനാണ് നിങ്ങൾ കൊടുക്കുക, പോസ്റ്റ് കോഡ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരണം. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഏത് പോസ്റ്റാണ്, ഒരു മിനിറ്റ്, ഏത് പോസ്റ്റ് കോഡ് ഞാൻ കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാം പോസ്റ്റ് കോഡ്. ഇതൊക്കെ പോസ്റ്റ് കോഡാണ്. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാം. നമ്മുടെ TEC ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ വരിക TA വെച്ചിട്ടാണ് വരിക. ടെക്നീഷ്യൻ ആണെങ്കിൽ TEC എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മുടെ ഞാനിപ്പോൾ പ്ലംബറിലേക്കാണ് അപ്ലൈ ചെയ്ത് ചോദിക്കുക. TEC 3 ആണ് വരിക. നിങ്ങൾക്കിവിടെ കാണാം TEC 3. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യുക, TEC 3 നോക്കാം. TEC 3 അതാണ്ടോ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അതിന് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും. ഇതായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾ എൻ്റെ പേര് കൊടുക്കുക, കാറ്റഗറി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിന് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഇതിന് നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ CSR എംപ്ലോയീസ് ആണോ ചോദിക്കുന്നത്, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അവിടെ നമ്മൾ നോ കൊടുത്തത്. ഇതൊക്കെ യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ കേട്ടോ. എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യമാണ്. ദെൻ വിഡോസ് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ദെൻ കൺഫേം ഇമെയിൽ ID കൊടുക്കുക. നമ്മളൊരു മാനുവലായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, കൺഫേം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, കൺഫേം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ കൺഫേം മൊബൈൽ നമ്പർ, വീണ്ടും മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ അയച്ചാൽ കൊടുക്കുക. ദെൻ നിങ്ങൾ ഫീ റിലാക്സേഷന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി ആണോ എന്നുള്ളതാണ്. SC/ST ഇങ്ങനെയുള്ള വിമൻ കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ളവർക്കാണ് ഫീ റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ അതിൽ പെടാത്തവരാണെങ്കിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. അങ്ങനെ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ത്രൂ സ്റ്റേറ്റ് ബാങ്ക് കളക്ട് എന്നിട്ട് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫീ അടയ്ക്കാനുള്ള ലിങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിലൂടെയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റിൻ്റെ ആ ഒരു ഹോം പേജ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സെർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി എന്നുള്ള എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്താണ്. നമ്മുടെ ഇതിൽ കോപ്പി ചെയ്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച്. അത് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ബാറിലോട്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ, ആ സെർച്ച് ബാറിൽ അടിച്ചു കൊടുക്കുന്നതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി. അതായിട്ട് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും അതിൻ്റെ എംബ്ലം വന്നിട്ട് ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലക്നൗവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ള ഇവിടെ കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പേയ്മെൻറ്റ് കാറ്റഗറി നമ്മളിതാ ഇവിടെ മിസലേനിയസ് ആൻഡ് അതർ എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നെയിം, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. ഓക്കെ, എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 500 രൂപയല്ലേ, എമൗണ്ട് 500 രൂപ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അവിടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, പേയ്മെൻറ്റ് ചെയ്യുക. നമുക്ക് ATM കാർഡ്, ഏത് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ഗൂഗിൾ പേ വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഏത് ബാങ്കിൻ്റെയും പറ്റും കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് എവിടെ നിന്ന് കിട്ടുന്ന ലിങ്ക് ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ സെപ്പറേറ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാവുന്നതാണ് കേട്ടോ, ഈ പറയുന്ന SBI കളക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. റെസിപ്റ്റിൽ നമ്പർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ അതിൻ്റെ PDF ഉണ്ടാവുമല്ലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത റെസിപ്റ്റ്, അത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഏജ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം നമുക്കിവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണോ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ അത് പോയാൽ മതി. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നിശ്ചയമുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പറ്റുന്ന സമയത്തായിരിക്കും. നമുക്ക് എപ്പോഴും പറ്റിക്കോളന്നില്ല, ഒരുപാട് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് നമ്മൾ അതിന് സഹായം ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.